ശരി, വി എസ് രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ പാർട്ടിയുടെ ഇടപെടൽ ഈ കേസിന്റെ തുടക്കം മുതൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം തുടങ്ങി തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം ഒരുപാട് കാര്യങ്ങളിൽ കുടുംബത്തിന് സംശയം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുണ്ട്. മാത്രമല്ല, അന്വേഷണം ചെറിയൊരു വട്ടത്തിലേക്ക് ചുരുക്കുന്നുമുണ്ട്. അത് പി ദിവ്യയുമായി ബന്ധപ്പെട്ട് ജനം മുഴുവൻ കണ്ട ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം ചുരുക്കുന്നു. ആദ്യഘട്ടത്തിൽ SIT ആയിരുന്നില്ല അന്വേഷിച്ചിരുന്നത്, പിന്നീട് SIT എന്ന ആവശ്യത്തിലേക്ക് എത്തുകയായിരുന്നു. ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകാന്വേഷണ സംഘത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴും അന്വേഷണം ശരിയായ രൂപത്തിലെത്തിയില്ല. മൊഴിയെടുത്തത് തന്നെ വളരെ വൈകിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഇതിൽ പാർട്ടി ദിവ്യയ്ക്കൊപ്പമാണ്, അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് രണ്ട് പ്രതികരണങ്ങളും നടത്തുന്നുമുണ്ടായിരുന്നു. ഇതിൽ പാർട്ടിയുടെ ഇടപെടൽ വളരെ വ്യക്തമല്ലേ ഈ കേസിൽ? CBI അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ CBI അന്വേഷണം എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ CBIയുടെ നിലപാടും കോടതി തേടുന്നുണ്ട്. പല ഘട്ടങ്ങളിലും CBI തിരക്കുകൾ അറിയിക്കാറുള്ളതാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കേസ് കൂടി ആയതുകൊണ്ട്, രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട കേസ് കൂടി ആയതുകൊണ്ട് CBI ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും തുടക്കം മുതൽ CPM ഈ കേസിൽ എടുക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ ഒരു അമാന്തം നമുക്കതിൽ ബോധ്യപ്പെടുന്നതാണ്. കാരണം ആദ്യ ദിവസം തന്നെ നമുക്കറിയാം PP ദിവ്യയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാനുള്ളൊരു നീക്കമാണ് നടന്നത്. പിന്നീട് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ് വരുന്നു. ആ പത്രക്കുറിപ്പിലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അനുചിതമായ പ്രസ്താവന എന്ന് പറയുന്നു. അപ്പോഴും PP ദിവ്യയുടെ പ്രസ്താവനയിലെ സദുദ്ദേശത്തെക്കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പിന്നീട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ PP ദിവ്യയെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്തിയെങ്കിലും ജില്ലാ കമ്മിറ്റി അംഗസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ അവർ പിന്നീടും ഒരുപാട് ദിവസമെടുത്തു. നവീൻ ബാബുവിൻ്റെ വീട്ടിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോയ ശേഷവും അന്വേഷണ സംഘം രൂപീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പോഴും ഒരു CI ആണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ജില്ലാ കലക്ടർ പോലും പ്രതിക്കൂട്ടിൽ വന്നൊരു സംഭവത്തിൽ CI അന്വേഷിച്ചാൽ പോരാ എന്ന രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമായപ്പോഴാണ്, പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായപ്പോഴാണ് ഒരു SIT രൂപീകരണത്തിലേക്ക് പോയത്. എന്നിട്ടും ഈ SITയുടെ അന്വേഷണത്തിലും PP ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്തി എന്നതല്ലാതെ മറ്റ് വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യം പൊതുജനങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പറയുന്നതല്ല. അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആരോപണങ്ങളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും CPMന് അതിന് മറുപടി ഉണ്ടാകും. ഇവിടെ നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെയാണ് നേരിട്ട് കോടതിയിൽ പോയി ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറയുകയും ഈ അന്വേഷണത്തിൽ എന്തൊക്കെയോ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ സംശയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സർക്കാരിനെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്, CPMൻ്റെ ആത്മാർത്ഥതയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ CBI അന്വേഷണം എന്ന് പറയുന്ന ഒരു ആവശ്യത്തോട് യോജിക്കുകയല്ലാതെ അവർക്ക് നിവർത്തിയില്ല. ഇനിയിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യവും ഇക്കാര്യത്തിലെ സർക്കാർ നിലപാട്, അന്വേഷണ സംഘത്തിൻ്റെ നിലപാട്, ഒപ്പം ഇതിൽ കുടുംബം സംശയിക്കുന്നത് പോലെ ആത്മഹത്യാ പ്രേരണയല്ലാതെ മറ്റെന്തെങ്കിലും എലമെൻസ് കൂടി ഉണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടിയായിരിക്കും പരിശോധിക്കുക. അതിലേറ്റവും പ്രധാനം സർക്കാർ നിലപാട് തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുടുംബത്തെ സന്ദർശിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചതിയാണ് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ്. അതായത് CPIM നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും CPMന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ആ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്രകാരം CBI അന്വേഷണത്തിന് ഞങ്ങൾക്ക് എതിർപ്പില്ല, ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും എതിർപ്പില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിച്ചാൽ അത് സർക്കാരിനെയും അന്വേഷണ സംഘത്തെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. കാരണം സർക്കാരും അന്വേഷണ സംഘവും ഒന്നും ആത്മാർത്ഥതയില്ലാത്തതാണ് എന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ അഭിപ്രായത്തോട് യോജിച്ചു മാത്രമേ CBI അന്വേഷണത്തിന് ഒരു സമ്മതം മൂടാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ. ഇനി അതല്ല, ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എങ്കിലും നല്ല അന്വേഷണം നടക്കട്ടെ, കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം നടക്കട്ടെ എന്ന മട്ടിൽ അതല്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൂടി സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. ഏതായാലും ഡിസംബർ 8-നാണ് കോടതി കേസ് പരിഗണിക്കാനിരിക്കുന്നത്.